വിവാഹിതനായ ഒരു പുരുഷന്റെ കൂടെ അയാൾ വിവാഹിതനാണ് എന്നറിയാതെ ഭാര്യയായി വളരെക്കാലം ജീവിച്ച ഒരു സ്ത്രീക്ക് മെയിൻ്റനൻസിന് അവകാശമുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീഡിയോയിൽ. ഞാൻ രഞ്ജിത്ത് സദാനന്ദൻ, നിയമബോധം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിപുര ഹൈക്കോടതിയുടെ പരിധിയിൽ വന്ന ഒരു കേസാണിത്. ഹിന്ദു പാർട്ടീസാണ് രണ്ടുപേരും. ഭർത്താവ് ഓൾറെഡി വിവാഹിതനാണ്, അയാൾക്ക് 2 കുട്ടികളുണ്ട്. ഇതറിയാതെ ഒരു സ്ത്രീ അയാളുമായി വിവാഹം ചെയ്ത് എല്ലാ ലീഗൽ സെറമണീസും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ ഭാര്യയായി വളരെ കാലം ജീവിക്കുന്നു. അവസാനം ഇവർ തമ്മിൽ വേർപിരിയാൻ തീരുമാനിക്കുന്നു. അവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ മെയിൻ്റനൻസിന് വേണ്ടി കേസ് കൊടുത്തപ്പോൾ കീഴ്ക്കോടതികൾ ഇവർക്ക് മെയിൻ്റനൻസ് അലൗ ചെയ്യുന്ന സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് വേറെ ഭാര്യയും കുട്ടികളും ഉണ്ട്, അപ്പോൾ ആ സ്ഥിതിക്ക് ഈ മാരേജ് നൾ ആൻഡ് വോയിഡ് ആണ്, നിയമത്തിൻ്റെ മുന്നിൽ ഇതൊരു ലീഗലി വെഡഡ് വൈഫ് അല്ല എന്നുള്ള ഒരു കണ്ടൻഷൻ എടുക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ഭർത്താവിൻ്റെ മുൻ ഭാര്യ മക്കളും പിണങ്ങി പിരിഞ്ഞ് താമസിക്കുന്ന അവർ കൊടുത്ത ഒരു കേസിൽ അവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവുണ്ട്. അപ്പോൾ അവർക്കും കൊടുക്കണം, ഈ സ്ത്രീക്കും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നിയമപ്രകാരം പ്രസന്റ് വുമൺ ഈസ് നോട്ട് എ ലീഗലി വെഡഡ് വൈഫ്. ഇപ്പോൾ നിയമപ്രകാരമുള്ള ഒരു ഭാര്യ അല്ല ഇവർ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഭർത്താവിൻ്റെ കണ്ടൻഷൻ. പക്ഷേ കീഴ്ക്കോടതി നോക്കിയപ്പോൾ എല്ലാ റെക്കോർഡ്സും, റേഷൻ കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയവയെല്ലാം ഇയാളാണ് ഭർത്താവ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞത് ഇതെല്ലാം ഫ്രോഡുലൻ്റ്ലി പ്രിപ്പയർഡ് ആണ്, എൻ്റെ അറിവോടുകൂടിയല്ല, അതുകൊണ്ട് ഇവർക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ അവസാനം ഈ കേസ് ത്രിപുര ഹൈക്കോടതിയിൽ എത്തുകയുണ്ടായി. ത്രിപുര ഹൈക്കോടതി വിവിധ സുപ്രീം കോടതി ഡിസിഷൻസ് എല്ലാം നോക്കിയതിനു ശേഷം സ്ത്രീക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് ഉണ്ടായത്. ദ്വാരിക, പ്രസാദ്, സപ്തതി വേഴ്സസ് ബിദ്യുത്, പ്രവ, ദീക്ഷിത് ആൻഡ് അനദർ എന്ന കേസ് സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ, സെക്ഷൻ 125 CRPC എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് പ്രൂഫ് ആവശ്യമില്ല. അതായത് ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു എന്ന് മാത്രം കാണിച്ചാൽ മതി. അത് അങ്ങനെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു എന്ന് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ലോ വിൽ പ്രസ്യൂം ദി മാരേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വൈഫ്, ഈ പ്രസന്റ് വുമൺ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ വൈഫ് ഫോർ ദി പർപ്പസ് ഓഫ് ഗിവിംഗ് മെയിൻ്റനൻസ്. ഇപ്പോൾ നിലവിലുള്ള ഈ ഭാര്യ എന്ന് പറയുന്നത് അവരെ മെയിൻ്റനൻസ് കൊടുക്കേണ്ട ഒരു പർപ്പസിലേക്ക് വേണ്ടി വൈഫായിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതുപോലെ ബാദ്ഷാ വേഴ്സസ് ഊർമിള, ബാദ്ഷാ, ഗോഡ്സെ ആൻഡ് അനദർ എന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ വിവാഹിതനാണ് എന്നറിയാതെ ഒരു മനുഷ്യന്റെ കൂടെ ഭാര്യയായി വളരെ കാലം, റീസണബിളി ലോങ് പീരീഡ് ഓഫ് ടൈം ജീവിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടി ആ സ്ത്രീയെ ഭാര്യയായിട്ട് തന്നെ, നിയമപരമായിട്ടുള്ള ഭാര്യയായിട്ട് തന്നെ കണക്കാക്കാം എന്ന് സുപ്രീം കോടതി ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സൈറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ചന്മുനിയ വേഴ്സസ് വീരേന്ദ്ര, കുമാർ, സിംഗ്, കുഷ്വ ആൻഡ് അനദർ എന്ന കേസ് വൈഫ് എന്ന ടേമിന് ഒരു ബ്രോഡ് ആൻഡ് എക്സ്പാൻസീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കണമെന്നാണ്. അതായത് വിശാലമായ ഒരു ഇന്റർപ്രിട്ടേഷനാണ് വൈഫ് എന്ന ടേമിന് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും വളരെ കാലമായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ച് പോകുന്നവരാണെങ്കിൽ ആ വൈഫ് എന്ന ടേമിന് മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടി ഒരു ബ്രോഡ് ആൻഡ് എക്സ്പാൻസീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. കാരണം ഇതൊരു സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷനാണ് 125 CRPC എന്ന് പറയുന്നത്. മാത്രമല്ല 125 CRPCയിൽ ഡൈവോഴ്സ്ഡ് വുമണിനെ വൈഫായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന്റെ കണ്ടീഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഡൈവോഴ്സ്ഡ് വുമണിനെ വൈഫായിട്ട് പരിഗണിക്കാം, മെയിൻ്റനൻസ് കൊടുക്കാം. പക്ഷേ ഡൈവോഴ്സ്ഡ് വുമൺ ആവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഒരു മാരേജ് ഉണ്ടാവണം, ലീഗലി സബ്സിസ്റ്റിംഗ് മാരേജ് ഉണ്ടാവണം. ഇവിടെ ലീഗലി സബ്സിസ്റ്റിംഗ് മാരേജ് ഇല്ല. കാരണം ഇയാൾക്ക് മറ്റു ഭാര്യയും കുട്ടികളും ഉണ്ട്. മാത്രമല്ല, ഹിന്ദുസ് ആണ്. ഹിന്ദു മാരേജ് ആക്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു നിയമപരമായ മാരേജ് ഉണ്ടാവണമെങ്കിൽ നിലവിലൊരു മാരേജ് സബ്സിസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലൊരു മാരേജ് ഉണ്ടെങ്കിൽ രണ്ടാമത് കഴിക്കുന്ന മാരേജ് അത് നിയമപരമായി നിലനിൽക്കുകയില്ല എന്നാണ് ഹിന്ദു മാരേജ് ആക്ടിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷീ ഈസ് നോട്ട് എ വൈഫ്, ഷീ ഈസ് നോട്ട് ടു ബി ട്രീറ്റഡ് ആസ് എ വൈഫ്, ലീഗലി വെഡഡ് വൈഫ്. അതുകൊണ്ട് തന്നെ ഡൈവോഴ്സ്ഡ് വുമണും ആവുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സെക്ഷൻ ഇൻവോക്ക് ചെയ്യും എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബാദ്ഷായുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാൾ വിവാഹിതനാണെന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് അയാളെ വിവാഹം കഴിക്കുന്ന സ്ത്രീയും അല്ലെങ്കിൽ അറിയാതെ അയാളെ വിവാഹം കഴിക്കുന്ന സ്ത്രീയും തമ്മിൽ രണ്ടുപേരെ ഒരേ തട്ടിൽ നിർത്താൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കാം, ഈ സ്ത്രീയെ പറ്റിച്ചുകൊണ്ട് ഇയാൾ വിവാഹിതനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരെയും ഒരേ തട്ടിൽ പെടുത്താൻ പാടില്ല. അപ്പോൾ ഈ സെക്ഷൻ 125 കേസിൽ മെയിൻ്റനൻസ് കൊടുക്കാൻ വേണ്ടി ഈ കാര്യം നിർബന്ധമായിട്ട് നോക്കണം. കാരണം സ്ത്രീ ഇഗ്നോറൻ്റ് ആണ് ഫസ്റ്റ് മാരേജിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പ്രിവി കൗൺസിലിന്റെ പഴയ ഡിസിഷൻ ഉണ്ട്, മുഹമ്മദ് അലി വേഴ്സസ് മുഹമ്മദ് ഇബ്രാഹിം ഖാൻ എന്ന ഡിസിഷൻ. അതിൽ പറയുന്നത് വെച്ചാൽ, ലോ പ്രസ്യൂംസ് ഇൻ ഫേവർ ഓഫ് മാരേജ് അഗെയിൻസ്റ്റ് കോൺക്യൂബിനേഷൻ, particularly when the couple have lived together continuously for a number of years. വളരെ കാലം ഒരുമിച്ച് താമസിച്ച പുരുഷനും സ്ത്രീയുമാണെങ്കിൽ
അവരെ ഭാര്യാഭർത്താക്കന്മാരെ തന്നെ ഗണിക്കണം. അതുപോലെ തന്നെ മറ്റൊരു സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ഉണ്ട്, അത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അതിൻ്റെ സെക്ഷൻ 2F ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഇൻ ദി നേച്ചർ ഓഫ് മാരേജും ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ പെടാം. ഇത് രണ്ടും സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പർപ്പസീവ് ഇൻ്റർപ്രിട്ടേഷനാണ് ഇതിന് കൊടുക്കേണ്ടത്, ഈ കാര്യത്തിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രിവി കൗൺസിലിൻ്റെ മറ്റൊരു ഡിസിഷൻ ആന്ധ്ര ഹെനഡിഗെ ദിനോഹാമി വേഴ്സസ് വിക്കറ്റുങ്കെ ലിയാനപത്ത ബെൻഡഗെ ബാൽഷാമി എന്ന കേസ്. ഭാര്യാഭർത്താക്കന്മാരെ പോലെ വളരെ കാലം ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമം അവരെ കണക്കാക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു വാലിഡ് മാരേജിന് ശേഷം ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരായി തന്നെയാണ് നിയമം അതിനെ പരിഗണിക്കുക എന്ന് പ്രിവി കൗൺസിൽ ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇന്ദിരാ ശർമ്മ വേഴ്സസ് VKB ശർമ്മ എന്ന കേസിൽ സെക്ഷൻ 2F ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് സെക്ഷൻ 2F പറയുന്ന ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ വിവാഹിതനാണ് എന്നറിയാതെ അയാളുടെ കൂടെ വളരെ കാലം വഞ്ചിതയായി ജീവിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം അയാൾ ഇവരെ തട്ടി മാറ്റുമ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ആശ്രയം, സമൂഹത്തിലെ അന്തസ്സും അഭിമാനവും എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാൾക്ക് ന്യായീകരിക്കാനുള്ള വിഷയമാകാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതിയുടെയും പ്രിവി കൗൺസിലിൻ്റെയും ഒക്കെ ഉത്തരവുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിക്കാണും. ത്രിപുര ഹൈക്കോടതി ഭർത്താവ് ഫയൽ ചെയ്ത റിവിഷൻ പെറ്റീഷൻ തള്ളി സ്ത്രീക്ക് അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റ് നിയമ പഠന ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. ബൈ.